തൃശൂർ പൂരത്തിന് വീണ്ടും വിലങ്ങുതടിയായി വനം വകുപ്പ്. ആനകളെ നിയന്ത്രിക്കാൻ 80 RRT സംഘം വേണമെന്ന ഉത്തരവ്. വെറ്റിനറി ഡോക്ടർമാർക്ക് പുറമെ വനം വകുപ്പ് ഡോക്ടർമാർക്കും ആനകളെ പരിശോധിക്കാം. നിബന്ധനകൾ അപ്രായോഗികമെന്ന് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ചേരുന്നത് ടിൻഡു ദാസാണ്. ടിൻഡു, വിശദാംശങ്ങൾ. ദേവിക, തൃശൂർ പൂരത്തിന് വീണ്ടും വിലങ്ങുതടിയായി വനം വകുപ്പിന്റെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ആനകളെ പരിശോധിക്കുന്നതിനായി 80 RRT ഉദ്യോഗസ്ഥരെ കൂടി നിയമിക്കണം. അതോടൊപ്പം തന്നെ ആനകളെ വനം വകുപ്പ് ഡോക്ടർമാരും പരിശോധിക്കും. ഈ തീരുമാനത്തിൽ ഇതിനോടകം തന്നെ ദേവസ്വങ്ങളൊക്കെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന ഉടമകളും എതിർപ്പറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിബന്ധനകൾ നടപ്പിലാക്കാൻ നിലവിലെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണെന്നും തൃശൂർ പൂരത്തെ പ്രതിസന്ധിയിലേക്കാക്കുന്ന നിലപാടിലേക്ക് വനം വകുപ്പ് കടക്കുന്നതുമാണ് പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ഇത് തൃശൂർ പൂരവുമായി സംബന്ധിച്ച് ആനകളിൽ നിന്നും 50 അടി അകലം പാലിക്കണം, അതുപോലെ തന്നെ മേളവും ആളുകൾ കൂടുന്നതും 50 അടി അകലം പാലിക്കണമെന്നൊരു ഉത്തരവ് വന്നിരുന്നു. ഈ ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പുകളും വന്നതോടെ വനം വകുപ്പ് ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കില്ല എന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ വനമന്ത്രി തന്നെ പ്രതികരണം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റൊരു ഉത്തരവ് കൂടി വന്നിട്ടുള്ളത്. എന്തായാലും ഈ നിലവിലെ ഉത്തരവ് ഈ തൃശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. കാരണം 80 RRT ഉദ്യോഗസ്ഥർ ആനകളെ പരിശോധിക്കുക, അതോടൊപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ പരിശോധന നടക്കുക എന്ന് പറയുന്നത് തന്നെ പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. ദേവിക, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകി ടിൻഡു ദാസ്.